ഈ പല്ല് അടിച്ച് പിടിച്ച് പണിയെടുക്കാമെന്ന് പറയില്ലേ, ഞാനിപ്പോൾ അങ്ങനെ ഒരു പണിയാണ് എടുക്കുന്നത്. അതായത് എനിക്ക് ഈ സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡിൽ കത്തി വരെയുമ്പോൾ ആ സൗണ്ടില്ലേ, അത് കേൾക്കുമ്പം വല്ലാണ്ട് എന്തെങ്കിലും ആവും. നിങ്ങളെങ്ങനെയാണോ? നിങ്ങൾക്കാർക്കും അങ്ങനെ ഉണ്ടോ? എനിവേ, ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന നെയ്ച്ചോറാണ്. ഈ സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് ആയിരിക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാവേ, വന്നവർ അതിലൂടെ പർച്ചേസ് ചെയ്തോ. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം ഒരു പാത്രം വെക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ. അപ്പോൾ ഞാൻ ആദ്യം ഓയിൽ ഒഴിച്ചപ്പോൾ വീഡിയോ റെക്കോർഡ് ആക്കാൻ വിട്ടുപോയി. അപ്പോൾ രണ്ടാമത് ജസ്റ്റ് കാണിക്കേണ്ടിയിട്ട് കുറച്ച് മാത്രം ഓയിൽ പിന്നെ ഒഴിച്ചതാണ്. ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു. ഓക്കെ, അതിനുശേഷം ഓയിൽ കുറച്ച് കൂടിപ്പോയതുകൊണ്ട് ഞാൻ നെയ്യ് കുറച്ചാണ് ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇടും. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടതിന് ശേഷം ആവശ്യമായ മസാലകളില്ലേ, ഗരം മസാല ഐറ്റംസ്, അതെല്ലാം ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിടാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും ക്യാരറ്റും കൂടി അതിലേക്കിടാം. അതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഈ കപ്പിലാണ് റൈസ് എടുത്തത്. ഈ കപ്പിൽ 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തത്, ഗീ റൈസ്. അപ്പോൾ 2 കപ്പിന് ഞാൻ 3.5 ഗ്ലാസ്, ആ കപ്പിൽ 3.5 കപ്പ് വെള്ളമാണ് എടുത്തത്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ നമുക്ക് കഴുകി വെച്ച റൈസ് അതിലേക്കിടാം. അപ്പോൾ ആദ്യത്തെ ഒരു തിള വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെച്ച് കൊടുക്കാം. അതിനുശേഷം പിന്നെ ആ ഒരു ഹാഫ് നാരങ്ങ പിഴിഞ്ഞ് നമുക്കതിലേക്ക് ചേർക്കാം. അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക, അത് നല്ലതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്കിന് ഇത് ആവും ഏകദേശം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല വിട്ട് നിൽക്കുന്ന നല്ല അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.